മക്കൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു കാരണവശാൽ ആരും എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കണ്ടില്ലേ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തുല്യമായത് ഏതെന്നാണ്? വോൾട്ട്, വാട്ട്, പാസ്കൽ, അതേപോലെ തന്നെ കെൽവിൻ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. എന്താണ്? പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. അതിൽ എഫിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ബൈ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിന് യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? പാസ്കൽ എന്നാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? സി ആണ്, പാസ്കൽ. ഇതന്നെയല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നത്? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ്രാവകമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണത്തിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ദ്രാവകമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഹൈഡ്രോളിക് ജാക്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ഏതായിരിക്കണം? ഹൈഡ്രോളിക് ജാക്ക്. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഇന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതല്ല. അപ്പൊ ഏതാണ് ആൻസർ? ഹൈഡ്രോളിക് ജാക്ക്. അങ്ങനെ കണ്ടെത്താൻ പഠിക്കണം നിങ്ങൾ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രതല പരപ്പളവ് കൂടുമ്പോൾ, അതായത് വാട്ട് ഹാപ്പൻസ് ടു പ്രഷർ വെൻ സർഫസ് ഏരിയ ഇൻക്രീസ്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. താഴെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏരിയ എന്ന് പറയുക. അപ്പൊ ഈ പ്രതല പരപ്പളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഓർത്തേക്കുക. അപ്പോൾ പ്രതല പരപ്പളവ് ഏരിയ കുറഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഡിക്രീസ് നോർത്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം. ആഴം കൂടുമ്പോൾ ദ്രാവക മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ആഴം കൂടുന്നതനുസരിച്ച് ഡെപ്ത് കൂടുകയാണ്. ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആഴം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലിക്വിഡ് പ്രഷർ, അതായത് ദ്രാവക മർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇതേപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ഇനിയും വരും. കൂട്ടത്തിൽ ഓർത്തു വയ്ക്കുക, നമ്മൾ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്ററുകളൊക്കെ ക്ലിയർ ആയി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അതൊക്കെ കാണുക. വരാനിരിക്കുന്ന പരീക്ഷയൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ.